ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളെ സ്ഥിരമായി ഓർക്കുന്ന ആരെയും നിങ്ങൾ മറക്കരുത്. APJ അബ്ദുൽ കലാം സാറിന്റെ കോട്ടാണ്. എസ്പെഷ്യലി നമ്മുടെ പേരൻസ് അല്ലേ, അവരെ പോലെ നമ്മളെ സ്ഥിരമായിട്ട് ഓർക്കുന്ന ഒരാൾ വേറെ കാണില്ല. ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മുടെ പേരൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ നമ്മളെ കുറിച്ച് നല്ല രീതിയിൽ ഓർക്കുന്നത്. അപ്പൊ പേരൻസിന്റെ അടുത്ത് നിന്ന് മാറി നാട്ടിലാണെങ്കിലും അന്യദേശത്താണെങ്കിലും മാറി നിൽക്കുന്നവരൊക്കെ എന്ത് ചെയ്യുക, അവരെ വിളിക്കുക, എല്ലാ ദിവസവും സംസാരിക്കുക, പറ്റുമ്പോഴൊക്കെ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, അങ്ങനെ ഹാപ്പി ആക്കി വെക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് GDM ഡയറ്റ് ആണ്. ഞാൻ ഓൾറെഡി ഒരു ഡയബറ്റിക് ഡയറ്റിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എക്സ്ട്രാ ഡയറ്റ് പറയേണ്ടി വരുന്നത് എന്ന് വെച്ചാൽ, ഞാൻ മറ്റേ ഡയറ്റ് എന്ന് പറയുന്നത് പ്രോപ്പർ ഒരു ഡയബറ്റിക് പേഷ്യന്റിന് വേണ്ടിയിട്ടുള്ള ഡയറ്റ് ആണ്. ഇത് GDM എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന ഷുഗർ ആണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട്. ഡയറ്റീഷ്യൻ അണ്ടറിൽ ഫോളോ ചെയ്യാൻ പറ്റുന്നവരെല്ലാം എന്ത് ചെയ്യുക, ഒരു ഡയറ്റീഷ്യനെ കണ്ട് പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. അതിന്റെ റീസൺ എന്ന് പറയുന്നത്, നമ്മുടെ കഴിക്കുന്ന ഫുഡ്, അതിൽ നിന്നാണ് നമ്മുടെ ബോഡിയിൽ നിന്ന് കുഞ്ഞിന് കിട്ടുന്നത്. കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും, വൈറ്റമിൻസും, പ്രോട്ടീൻസും, കാൽഷ്യം, മിനറൽസ്, ഇതൊക്കെ നമ്മുടെ ശരീരത്തു നിന്നാണ് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ എന്ത് ചെയ്യുക, ഡയറ്റിൽ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്, ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആണെന്ന് നമ്മൾ മേക്ക് ഷുവർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ അവോയ്ഡ് ചെയ്യാം എന്ന് ആദ്യം നോക്കാം. ഇപ്പൊ നമുക്ക് പ്രഗ്നൻസിയിൽ നമുക്കറിയാം ഭയങ്കര കൊതിയുള്ള സമയമായിരിക്കും അല്ലെ, നമുക്ക് അത് കഴിക്കണം ഇത് കഴിക്കണം എന്ന് ആഗ്രഹവും കാണാം, നമുക്ക് വാങ്ങിത്തരാനും ആൾക്കാർ കാണും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഡിമാൻഡ് കൂടുതലായിരിക്കും എന്ന് കരുതിയിട്ട് നമുക്കിപ്പോ വൺസ് ഷുഗർ ഡയഗ്നോസ് ചെയ്താൽ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യേണ്ട കുറെ അധികം കാര്യങ്ങളുണ്ട്. ഫ്രൈഡ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ വറുത്തും പൊരിച്ചും ഒക്കെ കഴിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. കൊതിക്ക് വേണ്ടിയിട്ട് വല്ലപ്പോഴും ഇടയ്ക്കൊന്ന് കഴിക്കുന്നതിൽ തെറ്റില്ല, പ്രഗ്നന്റ് ആയതുകൊണ്ട് ഒരു എക്സെപ്ഷൻ എന്ന് വെച്ചിട്ട് ഒരുപാട് കഴിക്കാൻ പാടില്ല. പിന്നെ നമ്മുടെ ഐസ്ക്രീം, ചോക്ലേറ്റ്സ്, കാൻഡീസ്, ബേക്കറി ഐറ്റംസ്, വൈറ്റ് ബ്രെഡ്, മൈദ, പൊറോട്ട ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ ബേക്കറി ഐറ്റംസ്, ഈ ഗർഭിണികളെ കാണാൻ വരുമ്പം എല്ലാവരും ഇഷ്ടം പോലെ ബേക്കറി ഐറ്റംസ് വാങ്ങിച്ചുകൊണ്ട് തരും അല്ലേ. പക്ഷെ അതൊന്നും കുത്തിയിരുന്ന് കഴിക്കാൻ നിൽക്കണ്ട. ഷുഗർ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ആവശ്യക്കാർക്ക് കൊടുത്തേക്കാം. കൊതിക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ചെറിയ പീസ് വല്ലപ്പോഴും കഴിക്കുന്നതിൽ തെറ്റില്ല. അതല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റിയാൽ അങ്ങനെ തന്നെ അവോയ്ഡ് ചെയ്യാം. ഇനി നമുക്ക് എന്തൊക്കെ കഴിക്കാമെന്ന് നോക്കാം. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ള ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. പക്ഷെ അതിനകത്ത് മേക്ക് ഷുവർ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ഫുഡിൽ പ്രോട്ടീൻ സോഴ്സ് ഉണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അതിനായിട്ട് നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കാം? നമുക്ക് മീൻ കഴിക്കാം. വറുത്ത മീനല്ല, മീൻ കറി വെച്ചിട്ട് മീൻ കഷ്ണം മീൻ കഴിക്കാം. അതുപോലെ തന്നെ ഹോൾ എഗ്ഗ്, മുട്ടയുടെ വെള്ള മാത്രമല്ല ഫുൾ എഗ്ഗ് നമുക്ക് 2 എണ്ണം വരെ ഒരു ദിവസം കഴിക്കുന്നതിൽ തെറ്റില്ല. ഇനി ഹെമറോയിഡ്സ് ഒക്കെ ഉള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ കോഴിമുട്ട മാറ്റിയിട്ട് താറാമുട്ടയൊക്കെ 2 എണ്ണം വീതം കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പൾസസ്, ഇപ്പൊ ചെറുപയറാണെങ്കിലും കടലയാണെങ്കിലും അല്ലാത്ത രാജ്മ പയർ, പയറിന്റെ തന്നെ കുറെ വെറൈറ്റീസ് ഉണ്ടല്ലോ. അങ്ങനെ പല ടൈപ്പ് പയർ പുഴുങ്ങിയോ അല്ലെങ്കിൽ ഇച്ചിരി തേങ്ങയൊക്കെ ഇട്ട് തോരൻ പോലാക്കിയിട്ടോ അല്ലെങ്കിൽ സാലഡ് പോലാക്കിയിട്ടോ അങ്ങനെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് പ്രോട്ടീൻ സോഴ്സ് എന്ന്. പിന്നെ അതുപോലെ ചിക്കൻ കഴിക്കാം. ചിക്കൻ ഒരു പ്രോട്ടീൻ്റെ നല്ല സോഴ്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നോൺ വെജ് ഐറ്റംസിൽ ബീഫും മട്ടണും ഒക്കെ കഴിക്കാം. പക്ഷെ റെഡ് മീറ്റ്സിന്റെ ഒക്കെ അളവ് നമ്മൾ പരമാവധി കുറച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനി അടുത്തതായിട്ട് നമുക്ക് കാൽഷ്യം സോഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പൊ നമുക്ക് ചായ കാപ്പിയൊക്കെ കുടിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ പ്രഗ്നൻസിയിൽ അതൊക്കെ മാക്സിമം കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. കഫീന്, ടീ ഒന്നും നമ്മുടെ ബോഡിക്ക് പ്രഗ്നൻസിയിൽ അത്ര നല്ലതല്ല. അപ്പൊ അതിന് പകരം നമ്മൾ യൂഷ്വലി പാല് കുടിക്കാനാണ് അഡ്വൈസ് ചെയ്യാറ് അല്ലേ. പാലെന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ്റെ റിച്ച് സോഴ്സ് ആണ്. പ്രോട്ടീൻ അല്ല, കാൽഷ്യം നന്നായിട്ട് കിട്ടാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് പാല്. അപ്പൊ ഈ പാല് നമുക്ക് കുടിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ, തിളപ്പിച്ചിട്ട് പാല് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ഈ പാല് വേണം നമ്മൾ കുടിക്കാനായിട്ട്. അതുപോലെ തന്നെ വീട്ടിൽ നമ്മൾ തൈരൊക്കെ ഉറച്ചിട്ടാണ് മോര് കാച്ചുന്നത്, അല്ലെങ്കിൽ തൈരൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അത് ഉണ്ടാക്കാനായിട്ട് പാല് കാച്ചി അരിച്ചെടുത്തിട്ട് ആ പാല് യൂസ് ചെയ്തിട്ട് തൈര് ഉറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് മറ്റൊന്നാണ് ചെറിയ മത്സ്യങ്ങളില്ലേ, കുഞ്ഞു കുഞ്ഞു മീനുകൾ. ഈ ചെറിയ മീനുകളിലൊക്കെ കാൽഷ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ചെറിയ മീനുകളൊക്കെ വാങ്ങി കറി വെച്ചോ അല്ലെങ്കിൽ ചെറിയ മീനുകൾ ഇങ്ങനെ തോരൻ പോലൊക്കെ വെച്ചിട്ട് കഴിക്കില്ലേ, അങ്ങനെ ചെറിയ മത്സ്യങ്ങളൊക്കെ കാൽഷ്യം റിച്ച് സോഴ്സ് ആയതുകൊണ്ട് അത് കഴിക്കാം. അതുപോലെ തന്നെ ഒരു ചെറുപിടി നട്ട്സ്, ചെറിയ കൈപ്പിടി നട്ട്സ് എടുത്തിട്ട് അതും വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സ്നാക്ക് ടൈമിൽ സ്നാക്സ് ആയിട്ട് കഴിക്കാവുന്നതാണ്. അത് നമ്മൾ ഒരു സെയിം നട്ട് അല്ലെങ്കിൽ ഇപ്പൊ കാഷ്യൂ തന്നെ ഒരു പിടി എടുക്കുകയോ അല്ലെങ്കിൽ ബദാം തന്നെ ഒരു പിടി എടുക്കുകയോ ചെയ്യാതെ
നമ്മൾ മിക്സഡ് നട്ട്സ് ആക്കി വെക്കുക, അങ്ങനെ കഴിക്കാം. അതുപോലെ തന്നെ നമുക്ക് മിനറൽസ് ഒക്കെ കിട്ടാനായിട്ട് ഈ സീഡ്സ് ഇല്ലേ, പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, ഈ സീഡ് എല്ലാം മിക്സ് ചെയ്തിട്ട് ആ സീഡ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2 ടേബിൾ സ്പൂൺ വീതം നമുക്ക് നമ്മുടെ സ്നാക്ക് ടൈമിൽ വേണമെങ്കിൽ കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് സാലഡ്സ് ഉണ്ടാക്കുവാണെങ്കിൽ അതിനകത്ത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഈ സീഡും കൂടി ഇട്ട് മിക്സ് ആക്കി അങ്ങനെയും കഴിക്കാം. പിന്നെ ഈ പയറുവർഗ്ഗങ്ങളൊക്കെ കഴിക്കുമ്പോൾ മാക്സിമം അത് മുളപ്പിച്ച് കഴിക്കുവാണെങ്കിൽ അതിന്റെ പ്രോട്ടീൻ കണ്ടൻസ് ഒക്കെ ധാരാളമായിട്ട് കിട്ടാനായിട്ട് സഹായിക്കും. പിന്നെ വെജിറ്റബിൾസ് മസ്റ്റ് ആയിട്ട് നമുക്ക് എല്ലാ ടൈപ്പ് വെജിറ്റബിൾസും കഴിക്കാം. പിന്നെ ഈ എന്താ പറയാ, നമ്മുടെ പൊട്ടറ്റോ, ഈ മണ്ണിനടിയിൽ വളരുന്ന വെജിറ്റബിൾസ് ഇല്ലേ, ചേന, പൊട്ടറ്റോ, ക്യാരറ്റ്, ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അതിന്റെയൊക്കെ യൂസ് കുറച്ച് ലിമിറ്റ് ചെയ്ത് ചെറിയ പോർഷൻ വീതം എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നതിൽ തെറ്റില്ല. നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ തോരൻ ഉണ്ടാക്കുമ്പോഴോ ഒക്കെ ചെറിയ പോർഷൻ അല്ലേ നമ്മൾ കഴിക്കുന്നുള്ളൂ. അപ്പൊ ചെറിയ പോർഷൻ അങ്ങനെ കഴിക്കുന്നതിൽ തെറ്റില്ല. അല്ലാത്ത എല്ലാ ടൈപ്പ് ഇലക്കറികളും, എല്ലാ ടൈപ്പ് വെണ്ടയ്ക്ക, അമരയ്ക്ക, അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് വെജിറ്റബിൾസും നമുക്ക് ഭക്ഷണത്തിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഫ്രൂട്ട്സിന്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആയിട്ടുള്ള പൈനാപ്പിള്, വാട്ടർമെലൺ, മാംഗോ ഒക്കെ കഴിക്കുമ്പോൾ മാത്രം നമ്മൾ ചെറിയ സ്ലൈസുകൾ എടുത്തിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. അതായത് മാങ്ങയൊക്കെ എടുക്കുവാണെങ്കിൽ ഒരു വലിയ പോർഷൻ, ആ ഒരൊറ്റ സ്ലൈസ്, ആ വലിയ സ്ലൈസ് മാത്രമേ ഒരു ദിവസം കഴിക്കാൻ പാടുള്ളൂ. പൈനാപ്പിളും കുഞ്ഞു സ്ലൈസ്, ഒരു ചെറിയ വട്ടകഷ്ണം എടുത്തിട്ട് അത് മാത്രം കഴിക്കുക. വാട്ടർമെലണും ഒരു കുഞ്ഞു സ്ലൈസ് എടുത്ത് കഴിക്കുക. ബാക്കിയുള്ള ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ഒരു ഫ്രൂട്ട് ഒരു ദിവസം കഴിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ഈ ചെറുപഴമൊക്കെ ആണെങ്കിൽ 2 പഴം വരെ കഴിക്കാവുന്നതാണ്. ഇപ്പൊ ബനാനയൊന്നും കഴിക്കുന്നതിൽ പ്രശ്നമില്ല. ഫ്രൂട്ട്സും ഒക്കെ നമുക്ക് കഴിക്കാം, പക്ഷേ നമ്മൾ മിതമായ അളവിൽ വേണം കഴിക്കാൻ. ഇനി നമ്മൾ ഷുഗർ മോണിറ്റർ ചെയ്യുമല്ലോ പ്രഗ്നൻസിയിൽ, എന്തായാലും നമ്മൾ ഷുഗർ മോണിറ്റർ ചെയ്യാനായിട്ട് ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യും. അങ്ങനെ മോണിറ്റർ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഫുഡ് നമ്മുടെ ബ്ലഡ് ഷുഗറിനെ ട്രിഗർ ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നിയാൽ ആ ഫുഡ് നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് ബ്ലഡ് ഷുഗർ കൺട്രോളിൽ വെക്കുന്ന ഫുഡും ഫ്രൂട്ട്സും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാവരും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റ് ഒക്കെ നോക്കി ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന വിശ്വാസത്തിൽ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.